ടീം മാറ്റ്കമ്മിന്റെ ക്യാപ്സ്യൂൾ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ക്യാപ്സ്യൂൾ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് SLC എക്സാമിന്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ടോപ്പിക്കിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എടുക്കുന്നു, ആസ്പെക്ട് ഡിസ്കസ് ചെയ്യുന്നു, അതിൽ നിന്നുള്ളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കഷൻ ആവശ്യമാണെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഈ ഒരു സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, റെസിസ്റ്റർ R1 ആൻഡ് R2. അതായത് ഓരോന്നിന്റെ റെസിസ്റ്റൻസ് വാല്യൂ അല്ലെ പ്രതിരോധകത്തിന്റെ അളവാണ് R1 ഉം R2. ഇത് ഒന്നിനു ശേഷം അടുത്തായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കണക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സീരീസ് കണക്ഷൻ. നമ്മൾ അതിലേക്ക് ഒരു വോൾട്ടേജ്, ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V വോൾട്ട് ആണ്. നമ്മളൊരു സീരീസ് കണക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ സീരീസ് കണക്ഷൻ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കറണ്ട് റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് കറണ്ട് അഥവാ വൈദ്യുതി അല്ലെങ്കിൽ I എന്ന് പറയുന്നത് രണ്ട് റെസിസ്റ്റേഴ്സിലും R1ലും R2ലും കോൺസ്റ്റന്റ് ആയിരിക്കും. കറണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷേ ഓരോ റെസിസ്റ്റേഴ്സിലുമുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. സോ ഡിഫറെന്റ് പൊട്ടൻഷ്യൽ വാല്യൂ ആയിരിക്കും ഓരോ റെസിസ്റ്റേഴ്സിലും ഉള്ളത്. അപ്പൊ നമ്മൾ ഒരു സീരീസ് കണക്ഷൻ എന്താ പറയുക, കറണ്ട് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്, ഡിഫറെന്റ് പൊട്ടൻഷ്യൽ വാല്യൂ ആയിരിക്കും ഓരോ റെസിസ്റ്റേഴ്സിനും ഉള്ളത്. അപ്പൊ നമ്മളിവിടെ നോക്കിയ രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, R1 ഉം R2 ഉം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അഥവാ സഫല പ്രതിരോധകം എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ R എഫക്റ്റീവ് വിൽ ബി ഈക്വൽ ടു R1 പ്ലസ് R2. അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസോടും കൂടി കൂട്ടുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സീരീസ് കണക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നേരെ മറിച്ച് നമ്മളൊരു പാരലൽ കണക്ഷൻ എടുത്താൽ ഒരു പാരലൽ കണക്ഷൻ R1 ഉം R2 ഉം ഒരു സെയിം പോയിന്റിൽ നിന്ന് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ രണ്ട് പോയിന്റ്, ഫോർ എക്സാമ്പിൾ എയും ബി എന്ന് പറഞ്ഞ പോയിന്റുകൾക്കിടയിൽ R1 ഉം R2 ഉം കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് R1 ഉം R2 ഉം പാരലാണ്. V പൊട്ടൻഷ്യൽ ഉള്ള ഒരു സെല്ലിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരു പാരലൽ കണക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് റെസിസ്റ്റേഴ്സിലും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. The potential remains constant. പൊട്ടൻഷ്യൽ വാല്യൂ അല്ലെ V വാല്യൂ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയിരിക്കും. പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്ത് വേരി ചെയ്യും? കറണ്ട് എന്ന് പറയുന്നത് വേരി ചെയ്യും. ഇനി നമ്മളൊരു പാരലൽ കണക്ഷൻ എടുത്താൽ പാരലൽ കണക്ഷനകത്തുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധകം കണ്ടുപിടിക്കാൻ 1/R എഫക്റ്റീവ് വിൽ ബി ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 ആണ് നമ്മൾ ചെയ്യേണ്ടത്. 1/R1 പ്ലസ് 1/R2 ആണ് ചെയ്യേണ്ടത്. സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷനിലും കോൺസെപ്ച്വൽ ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓംസ് ലോ ആണ്. ഓംസ് ലോ എന്താ സംഭവം എന്ന് വെച്ചാൽ രണ്ട് പോയിന്റുകൾ A എന്നും അല്ലെങ്കിൽ B എന്നും പറയുന്ന രണ്ട് പോയിന്റുകൾക്കിടയിലൂടെ കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ ആ കടന്നു പോകുന്ന കറണ്ടിന്റെ അളവ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് അക്രോസ് ദ ടു പോയിന്റ്. ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് കറണ്ട് എന്ന് പറയുന്നത്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ അക്രോസ് ദീസ് ടു പോയിന്റ്സ്. ഇങ്ങനെയായിരിക്കും വരിക. ഇതാണ് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിക്കഴിഞ്ഞാൽ V ഈസ് ഈക്വൽ ടു IR എന്ന് കിട്ടും. V ഈസ് ഈക്വൽ ടു IR എന്ന് പറയുന്നതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലായിട്ട് ഈ ഒരു കോൺസെപ്റ്റിൽ അറിയേണ്ടത്. നമുക്ക് പ്രീവിയസ് ഇയർ 2023 മാർച്ച് മാസം നടന്ന SLC എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ഒബ്സർവ് ദ ഡയഗ്രാം. Two 16 ohm resistors are connected in series and a potential difference of 24 volt is applied. അതായത് ഈ ഡയഗ്രത്തിൽ ശ്രേണിയിൽ ക്രമീകരിച്ച്, അതായത് സീരീസ് കണക്ഷനിൽ രണ്ട് 16 ഓം പ്രതിരോധകങ്ങളുടെ അഗ്രങ്ങളിൽ 24 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് 24 വോൾട്ട് ആണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന രണ്ട് സീരീസ് കണക്ഷനിലാണ്. ഏത് 16 ഓമുള്ള രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് സീരീസ് കണക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് സർക്യൂട്ടിലെ സഫല പ്രതിരോധകം കണക്കാക്കുക, അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. നമുക്കറിയാം R എഫക്റ്റീവ് അല്ലെങ്കിൽ സീരീസ് കണക്ഷനിൽ R എഫക്റ്റീവ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റെസിസ്റ്ററുകൾ തമ്മിൽ റെസിസ്റ്റൻസ് വാല്യൂ തമ്മിൽ കൂട്ടുകയാണ്. എന്താണ് വാല്യൂ എന്ന് പറയുന്നത്? 16 പ്ലസ് 16 ഈക്വൽ ടു 32 ഓംസ്. കാരണം റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. 32 ഓം ആണ് ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ റെസിസ്റ്റേഴ്സ് വെർ കണക്റ്റഡ് ഇൻ പാരലൽ, സീരീസ് കണക്ഷന് ശേഷം പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് എങ്കിൽ വിത്തൗട്ട് ചേഞ്ചിങ് ദ വോൾട്ടേജ് സോഴ്സ്, അതായത് വോൾട്ടേജ് സോഴ്സ് മാറ്റാതെ നമ്മൾ റെസിസ്റ്റേഴ്സ് പാരലലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്? ആ സർക്യൂട്ടിലെ കറണ്ടിന്റെ അളവ് എത്രയായിരിക്കും? ഈ പ്രതിരോധങ്ങൾ സമാന്തര രീതിയിൽ ക്രമീകരിച്ച് ഇതേ വോൾട്ടേജിൽ ബന്ധിപ്പിച്ചാൽ സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ തീവ്രത എത്രയായി? കറണ്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണെന്ന് അറിയാം. നമ്മൾ സർക്യൂട്ട് എങ്ങനെ മാറ്റുന്നു? സർക്യൂട്ട് 16 ഓം ഉള്ള ഒരു റെസിസ്റ്റർ
16 ഓം ഉള്ള മറ്റൊരു റെസിസ്റ്റർ. ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് 24 വോൾട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. 24 വോൾട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു ഒരു പാരലൽ കണക്ഷനകത്ത് 1/R എഫക്റ്റീവ് സബല പ്രതിരോധകം 1/R എഫക്റ്റീവ് വിൽ ബി ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്ന് കിട്ടും. 1/R1 പ്ലസ് 1/R2 എന്ന് കിട്ടും. റെസിസ്റ്റൻസ് വാല്യൂ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് വാല്യൂ 1/16 പ്ലസ് 1/16. ഡിനോമിനേറ്റർ സെയിം ആണ്, രണ്ടുകൂടെ കൂട്ടിയ 1 + 1 2 ഡിവൈഡഡ് ബൈ 16 എന്ന് കിട്ടും. അതായത് ആർ എഫക്റ്റീവ് അല്ലെങ്കിൽ സഫല പ്രതിരോധകം ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ 2 റെസിപ്രോക്കൽ എടുത്തു. 16 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 8 ഓംസ് എന്ന് കിട്ടി. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 8 ഓം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? കറണ്ട് കണ്ടുപിടിക്കാൻ. നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ച് ഐ ആർ ഈക്വൽ ടു വി ആണ്. നമുക്ക് എന്താ വേണ്ടേ? ഐ വേണം. ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാ? 24 വോൾട്ട്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാ? 8 ഓംസ്. 24/8 ഈക്വൽ ടു 3 ആംപിയർ. സോ ഇവിടുത്തെ എഫക്റ്റീവ് കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് 3 ആംപിയർ അല്ലെ 3 ആംപിയർ ആണ്. നമ്മൾ ആ കോൺസെപ്റ്റും കണ്ടു, അതുമായി ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യനും കണ്ടു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം കൂടി കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.